ഈ ദിൽഷ എന്ന കണ്ടസ്റ്റന്റിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ദിൽഷയെ പറ്റി എന്താ പറയാനുള്ളത്? ഞാനല്ലല്ലേ വിലയിരുത്തിയത്, അവർ പ്രേക്ഷകരാണ് അവരെ വിലയിരുത്തിയത്. അവർക്ക് വോട്ട് ചെയ്തു, അവർ ജയിച്ചു. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ഞാനാവില്ല. ഇപ്പോൾ ജാസ്മിനെ ഇപ്പം ഫിനാനോട് അടുത്തുള്ള ദിവസം അടുത്ത് വന്നിട്ടാണല്ലോ ഈ പുറത്തുള്ള കാര്യങ്ങൾ കുറേയൊക്കെ കാര്യങ്ങൾ ബ്ലസ്ലീൻ്റെ അടുത്ത് പറയുന്നത്. ബ്ലസ്ലിയൊക്കെ അത് മനസ്സിലാക്കിയിട്ട് ഹൃദയം പൊട്ടി കരയുന്ന അതൊക്കെ പ്രേക്ഷകർ ഒരുപാട് എല്ലാ പ്രേക്ഷകരെയും കരയിക്കുന്നുണ്ടായിരുന്നു. ബ്ലസ്ലി ആ സമയത്ത് ബ്ലസ്ലി അനുഭവിച്ച് മാനസിക ബുദ്ധിമുട്ട് കരയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അറിഞ്ഞ സമയത്ത് എന്തായിരുന്നു തോന്നിയത്? ഞാൻ കാരണം ഒരു തെറ്റായ മെസ്സേജ്. അപ്പം ഞാൻ വളർന്ന സാഹചര്യത്തിലായിരിക്കില്ല എല്ലാവരും വളരാം. ഞാനൊരു ഒരു കാര്യം ചെയ്യുമ്പം അത് 5000 പേര് ഇമിറ്റേറ്റ് ചെയ്യും. അപ്പം എൻ്റെ സാഹചര്യത്തിലായിരിക്കില്ല പലരും, എൻ്റെ മാനസിക ചിന്തയിൽ കൂടെ അല്ല ആയിരിക്കില്ല പലരും പോവുക. അതിനകത്ത് കുറച്ച് പേര് അത് തെറ്റായിട്ട് എടുക്കാനുള്ള സാഹചര്യം ചിലർ അങ്ങനെ ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാം എന്ന് ഒരു സാധ്യത അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സോ ഞാൻ അങ്ങനെ മനസ്സിൽ കണ്ടിട്ടില്ലെങ്കിലും പുറത്ത് അത് തെറ്റിദ്ധരിക്കപ്പെട്ടല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഞാൻ ആളുകളെ വിഷമിക്കാനുണ്ടായ സാധ്യത. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തതും അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നിയതും. കാരണം എന്നെ പോലെ ആയിരിക്കില്ല പലരും എന്ന് എനിക്ക് തോന്നി. അത് തെറ്റിദ്ധരിക്കപ്പെട്ടാലും വിഷമം തോന്നി. പക്ഷെ ഒരിക്കലും ബ്ലസ്ലി ആ ഒരു തെറ്റായ ഉദ്ദേശവും മനസ്സിൽ പോലും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ലാലേട്ടൻ അനൗൺസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കണ്ടത് ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് ആ ഒരു വിന്നറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഒരു വിന്നറിനെ ലാലേട്ടൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുന്നത് കാണാം, സ്റ്റേജിലേക്ക് ഓടി വരുന്നതൊക്കെ നമ്മൾ കാണാം. പക്ഷെ അവിടെ കുറേ കാര്യങ്ങൾ മിസ്സിംഗ് ആയിരുന്നു. അത് ശരിക്കും ന്യായമായിട്ടുള്ള ഒരു വിധിയല്ലെന്ന് ഒരുപക്ഷെ അവർക്കും കണ്ടസ്റ്റന്റിനും പുറത്തും തോന്നിയിട്ടുണ്ടാവില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുള്ളൂ സംഭവം. എനിക്ക് ഇവിടുന്ന് വന്നതുകൊണ്ട് ഞാൻ അത്ര നാളാ വീട്ടിലായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണ്, ഇവർ ചിരിക്കുകയാണോ കാര്യം അത് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. ഞാൻ അപ്പോഴും ഇവിടെ നടന്ന കാര്യങ്ങൾ, ലാലേട്ട അടുത്ത് നിൽക്കുന്നു, അവർ ദിൽഷ അവിടെ നിൽക്കുന്നു, ഇപ്പൊ ഒരു വോട്ടിംഗ് നടക്കും, ഇതൊക്കെ മാത്രമേ എൻ്റെ ചിന്തയിലുള്ളൂ. ബാക്കിയൊന്നിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്കേ അറിയുള്ളൂ. പ്രേക്ഷകരാണ് കാണുന്നത്, എനിക്കറിയില്ല. ഞാൻ ഇനി എല്ലാ വീഡിയോ ഇരുന്ന് കണ്ടിട്ടും പിന്നെ പുറത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും അത് ബെറ്റർ എന്ന് തോന്നിയത്. ലാലേട്ടൻ കൈപിടിച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലോ, ആ ഒരു മൊമെന്റിൽ എന്തായിരുന്നു തോന്നിയത്? വിന്നർ ആകുമെന്ന് തന്നെ ആയിരുന്നു അതോ? ഞാനപ്പം ആലോചിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ ആ സമയത്തൊക്കെ ഇരുന്ന് ആലോചിക്കുന്നത്. ഞാൻ ഇത്ര നാൾ ടി വിയിൽ കണ്ട ആൾ എന്നെ കൈ പിടിച്ചുകൊണ്ട് പോണു. ഞാൻ ലാലേട്ടൻ്റെ ലാലേട്ടൻ പറഞ്ഞു പെർഫ്യൂം കൊള്ളാം എന്നിട്ട് പറഞ്ഞ് നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണെന്നുള്ള പറയുന്നത്. കാര്യം നമ്മൾ അറിയാതെ ഫേസ് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് ഞാൻ ഇങ്ങനെ ഇരുന്നത്. ഇനി ഈ മൊമെന്റ് കിട്ടൂലേ, കിട്ടുമോ, ഇനി ഞാൻ ചിലപ്പം കാണാൻ അവസരം ഉണ്ടാവും, ഇതൊക്കെ ആലോചിച്ചിട്ട് അവിടെ ഇരുന്നു. അല്ലാണ്ട് വേറെ ബിഗ് ബോസ് എന്ന സീസൺ 4 ഷോയിലെ റിയൽ വിന്നർ ബ്ലസ്ലി ആണെന്ന് ഒട്ടുമിക്ക പ്രേക്ഷകരെല്ലാം പറയുന്നു. പക്ഷെ ചില വിവാദങ്ങൾ ആ സമയത്ത്, അതായത് ബ്ലസ്ലിയെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇതൊക്കെ പുറത്ത് വന്നിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, സത്യം പറഞ്ഞാൽ എപ്പോഴും എനിക്ക് കിട്ടേണ്ട സാധനം കിട്ടി. ഞാൻ 100 ദിവസം അവിടെ നിന്ന് എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോയത്. എനിക്ക് അതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 100 ദിവസം കഴിഞ്ഞ് ഞാൻ അതിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ അതിനെ അനലൈസ് ചെയ്യാൻ പോയില്ല. സത്യം പറഞ്ഞാൽ അതിൽ പോസിറ്റീവായിട്ടുള്ള സാധനം എന്തോ അതെടുക്കുന്നു, അത്രേ ഉള്ളൂ.